നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് 2026-27 സീസൺ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ഒഫീഷ്യലി യൂറോപ്പിലെ 2026-27 സീസൺ ആരംഭിക്കുന്നു. യുവേഫ സൂപ്പർ കപ്പ് ഇന്നാണ്. ചാമ്പ്യൻസ് ലീഗിലെ ജേതാക്കളായിട്ടുള്ള PSG-യും യൂറോപ്പ ലീഗിലെ ജേതാക്കളായിട്ടുള്ള ആസ്റ്റൺ വില്ലയും തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം 12:30 റെഡ് ബുൾ അറീനയിൽ വെച്ച് ഏറ്റുമുട്ടുന്നു. സാൽസ്ബർഗിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ്. ഈ കളി ഇപ്പം എന്താ പറയുക, ഇതൊരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒഫീഷ്യൽ മാച്ചാണ് ഇൻ സ്റ്റാറ്റസ്. പക്ഷെ ചില യൂറോപ്യൻ ഫുട്ബോൾ നിരീക്ഷകരെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലി മാച്ച് അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ മാച്ച് ആ രൂപത്തിലൊക്കെ എടുത്താൽ മതി എന്നാണ്. അത് പറയാൻ പല കാരണങ്ങളുണ്ട്. കളിയുടെ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ സൂപ്പർ കപ്പിൻ്റെ മാത്രം ബേസിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളുടെ ഒരു സീസണാണ്. എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ തന്നെ നോക്കുക, 9 പുതിയ കോച്ചുമാർ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 9 പുതിയ കോച്ചുമാർ ടീമുകളെ പരിശീലിപ്പിച്ചിറങ്ങും. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ലലീഗയിലാണെങ്കിൽ റയൽ മാഡ്രിഡ് വലിയ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞു. പോയ സീസണിൽ സാബിയോ അലോൺസോയെ കൊണ്ടുവരികയും സക്സസ്ഫുൾ ആവാതിരുന്നപ്പോൾ ആർബിലോവയെ കൊണ്ടുവരികയും അതും സക്സസ്ഫുൾ ആവാതിരുന്നപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ ഹോസെ മൊറീഞ്ഞോയെ വീണ്ടും കോച്ചാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് സൈനിങ്ങുകൾ അവർ നടത്തി. കുക്കറയെ കൊണ്ടുവന്നു, കൊനാട്ടയെ കൊണ്ടുവന്നു, ഡംഫ്രീസിനെ കൊണ്ടുവന്നു, ഡയമണ്ടയെ കൊണ്ടുവന്നു, SP കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. റോഡ്രിക്ക് വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും റയൽ വരികയാണ്. ബാഴ്സയാവട്ടെ അവരുടെ സ്ട്രൈക്കർമാരെയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ലെവൻഡോസ്കി ഓൾറെഡി പോയി. ഫെറാൻ ടോറസ് ഇതാ ഈ സൂപ്പർ കപ്പ് കഴിയുന്നതോടുകൂടി PSG-യിലേക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഒരു സ്ട്രൈക്കർ വേണം. അതിനായിട്ടുള്ള ഹുലിൻ ആൽവാരസിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ ഇതുവരെ എങ്ങും എത്താതെ നിൽക്കുകയാണ്. ഒരു സ്ട്രൈക്കർ വേണമെന്നുള്ളതാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ മധ്യനിരയിലേക്ക് ഒരു വമ്പൻ താരത്തെ എത്തിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. റോഡ്രിയെ അത് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ഒരു എൽ ക്ലാസിക്കോ പോലെ നോക്കിക്കണ്ടൊരു സംഗതിയാണല്ലോ. ഒരു ഘട്ടത്തിൽ റയലിലേക്ക് പോകും റോഡ്രി എന്ന് തോന്നിച്ചിടത്ത് നിന്നാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ലലീഗിൽ നല്ല മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ പിന്നെ ടീമുകളുടെ മാറ്റങ്ങളാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ചെൽസിയെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തു. ചെൽസി നിരവധി പുതിയ താരങ്ങൾ, അതുപോലെ കോച്ച് സാബി അലോൺസോ അല്ലേ, അതുപോലെ തന്നെ പലരും കൂടുമാറി. ഗർനാച്ചോ ഒക്കെ ആസ്റ്റൺ വില്ലയിലേക്കൊക്കെ പോകുന്ന കാഴ്ച കണ്ടു. ചെൽസിയിൽ നിന്ന് പോയ കാര്യം പറയുന്നത്. അതുപോലെ സൈനിങ്ങുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തുന്ന കാഴ്ച, ആൻഡ്രി സാൻഡോസിനെ പോലെയുള്ളവരെ അവരെത്തിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഏതായാലും കോച്ച് മാറി. എൻസോ മരസ്കയുടെ കീഴിൽ എന്ത് പ്രകടനം അവർ നടത്തും. റോഡ്രി പോവുകയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ അവിടെയുണ്ട്. ഒരു മധ്യനിരയിലേക്ക് വേറെ താരത്തെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആഴ്സണൽ ഉള്ള ടീം മികച്ചതാണ്. കൂട്ടത്തിലേക്ക് വിനിയെ കൊണ്ടുവരാൻ നോക്കി, നടന്നില്ല. പക്ഷെ ബ്രൂണോ ഗുയിമറസിനെ അവരെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് നിൽക്കുന്ന ഈ സീസൺ മുൻവിധികളൊക്കെ മാറ്റി വെച്ച് വേണം നമ്മൾ കാണാൻ. എന്തും സംഭവിക്കാനുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇന്ന് കിക്ക് ഓഫ് ആവുകയാണ് പുതിയ സീസണിന്. ഇന്നെന്ത് സംഭവിക്കും? നമുക്കതിലേക്ക് തന്നെ വരാം. ഇന്നെന്ത് സംഭവിക്കും? വീണ്ടും ഒരിക്കൽ കൂടി PSG യൂറോപ്പിൻ്റെ നെറുകയിലേക്ക് പോകുന്നതിൻ്റെ നാന്ദി കുറിക്കപ്പെടുമോ? അല്ലേ, PSG ഈ രൂപത്തിൽ മാറി മറിയും, ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് പോകും എന്ന് എത്ര പേര് കരുതിയിരുന്നു? ലൂയിസ് എൻറിക്കയുടെ മാന്ത്രികതയും അദ്ദേഹത്തിന് അനുസരിച്ച് മാനേജ്മെൻറ്റ് നീങ്ങി ഒത്ത വിധത്തിലുള്ള താരങ്ങളെ കൊണ്ടുവരിക കൂടി ചെയ്തപ്പോൾ PSG വേറെ ലെവൽ ടീമായി. ബാക്ക് ടു ബാക്ക് UCL, ബാക്ക് ടു ബാക്ക് സൂപ്പർ കപ്പ് ഇന്നവർ സ്വന്തമാക്കുമോ എന്നാ ചോദ്യം.
ആ സമയം ആസ്റ്റൺ വില്ലയുടെ ഭാഗത്ത് അവർ ഇത്തവണ ആഗ്രഹിക്കുന്നുണ്ട് ഈ സൂപ്പർ കപ്പ് കിരീടം. പക്ഷേ ഈ രണ്ട് ടീമുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലി എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എടുക്കേണ്ടതില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ടെന്ന്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല താരങ്ങളും പൂർണ്ണമായിട്ടും കളിക്കാൻ സജ്ജരായിട്ടില്ല. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ് വരുന്ന കുറേ താരങ്ങളുണ്ടല്ലോ, ജൂലൈ 19 മാത്രം സീസൺ അവസാനിച്ച കുറേ ആളുകൾ, വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചവർ, എമി മാർട്ടിനസിനെ പോലെയുള്ള ആളുകൾ. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയിൽ തന്നെ വാറ്റ്കിൻസ് ഉണ്ട്, എസ്രി കൊൻസെ ഉണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ ലൂസേഴ്സ് ഫൈനൽ അടക്കം കളിച്ചിട്ട് വരികയാണ് വേൾഡ് കപ്പിൽ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള വിശ്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അവർ ഈ മത്സരത്തിനില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഉനായി എമറി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കംപ്ലീറ്റ്ലി നെസസറി ആയിട്ടുള്ള റെസ്റ്റ് ഞാൻ അവർക്ക് കൊടുക്കുകയാണ്, 4 ആഴ്ചയിലേക്കുള്ള റെസ്റ്റ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മത്സരം കളിക്കാൻ അവരുണ്ടാവില്ല എന്ന് തന്നെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു. മാർട്ടിനസ്, കൊൻസ, വാറ്റ്കിൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എമി മാർട്ടിനസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പിംഗ് എങ്ങനെയാവും? ആസ്റ്റൺ വില്ലയ്ക്ക് വിജയിക്കാനുള്ളൊരു മാർഗം അതാണ് ശരിക്കും, എമിയുടെ മാസ്മരിക പ്രകടനത്തിൽ അവരെ തടഞ്ഞു നിർത്തുക, PSG മുന്നേറ്റത്തിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. അപ്പോൾ എമി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേസമയം മറുഭാഗത്ത് ഫ്രഞ്ച് ടീമിലെ താരങ്ങൾ വേൾഡ് കപ്പിൻ്റെ ലൂസേഴ്സ് ഫൈനലൊക്കെ കളിച്ചവരുണ്ട്. അതുപോലെ റൂയിസിനെ പോലെ വേൾഡ് കപ്പ് നേടിയ താരങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർ PSG നിരയിലും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒസ്മാൻ ഡംബലെ, ബ്രാഡ്ലി ബർക്കോള, ഫാബിയൻ റൂയിസ്, അതുപോലെ തന്നെ നേരത്തെ വില്ലയിലുണ്ടായിരുന്ന ലെഫ്റ്റ് ബാക്ക് ലൂക്കാസ് ഡീനെ, ഇങ്ങനെ ഉള്ള താരങ്ങളുണ്ട്. ലൂക്കാസ് ഡീനെ ഇപ്പോൾ ഫോർമലി അങ്ങോട്ടേക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങളിൽ ആരൊക്കെ ഇറങ്ങുന്നുള്ളത് കണ്ടിരണം. ബർക്കോളയുടെ കാര്യത്തിൽ അദ്ദേഹം ട്രാൻസ്ഫറിനായിട്ട് നിൽക്കുകയാണ്, അദ്ദേഹത്തിന് പോകണം, ലിവർപൂളിലേക്ക് പോകണം, അദ്ദേഹം ഇന്ന് കളിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ രണ്ട് ടീമിലും ഈ വേൾഡ് കപ്പ് അടക്കം കളിച്ച് ക്ഷീണിതരായി വന്നിട്ടുള്ള താരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വിശ്രമം കൂടി കൊടുക്കുന്നത് കൊണ്ട് ടീമുകളുടെ ശക്തി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. ആസ്റ്റൺ വില്ലയുടെ കാര്യത്തിൽ അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പകരം യുവതാരങ്ങളെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യങ് ഫുൾ ബാക്ക് ട്രിസ്റ്റൻ റോവ്, 20 വയസ്സേ ഉള്ളൂ. അതുപോലെ തന്നെ 17കാരനായിട്ടുള്ള ഫോർവേഡ് ബ്രയാൻ മാഡിയോ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവിടെ നടക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വില്ലയിൽ ജൊഹാൻ മൻസംബി, സ്വിറ്റ്സർലൻഡുകാരനായിട്ട് താരം, പുതുതായിട്ട് സ്ക്വാഡിലേക്ക് എത്തിയ ആൾ, സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ നീ ഇഞ്ചുറി മാറിയിട്ടില്ല, അദ്ദേഹം ഈ കളിക്കില്ല. അതുപോലെ തന്നെ ലിയോൺ ബെയ്ലിയുടെ കാര്യത്തിൽ അദ്ദേഹം ഈ സ്ക്വാഡിനായിട്ട് വന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നെഗോസിയേഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം തീർച്ചയായിട്ടും കുറേ മാറ്റങ്ങളോട് കൂടിയൊക്കെ ആയിരിക്കും ടീമുകൾ ഇറങ്ങുക. അപ്പോൾ ജോൺ മക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആ ഒരു നീ ഇഞ്ചുറി കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് പിടിപെട്ടിരുന്നു, അതിൽ നിന്ന് അദ്ദേഹം പാസ്റ്റ് ആയിട്ടുണ്ട്, ഫിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അദ്ദേഹം കളിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതൊക്കെയാണ് അവിടുത്തെ ആസ്റ്റൺ വില്ലയുടെ ഒരു സ്ഥിതിവിശേഷമെങ്കിൽ PSG കാര്യത്തിലും ഈ പറയുന്ന പോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നലെ സംസാരിക്കുമ്പോൾ, പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുമ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തതാണ്. നമ്മുടെ ലൂയിസ് എൻറിക്കയുടെ ഒരു വാക്കും അത് തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സർറിയലായിട്ടുള്ള ഒരു അവസ്ഥയാണ്. വീണ്ടും ഒരു സൂപ്പർ കപ്പ് കളിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സർറിയൽ സിറ്റുവേഷൻ. എനിക്ക് ആവശ്യത്തിനുള്ള പ്ലെയേഴ്സ് ഇല്ല. പല താരങ്ങളും ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് തിരികെ എത്തിയിട്ടുള്ളവരാണ്. മൺഡേ മാത്രം തിരികെ എത്തിയവരാണ്. ഫ്രഞ്ച് പ്ലേയേഴ്സും സ്പാനിഷ് പ്ലേയേഴ്സും മൊറോക്കൻ പ്ലേയേഴ്സും അങ്ങനെ മാത്രം മടങ്ങിയെത്തിയവരാണ്. അപ്പോൾ ബ്രസീലിയൻ പ്ലേയേഴ്സും പോർച്ചുഗീസ് പ്ലേയേഴ്സും കഴിഞ്ഞ ആഴ്ച മടങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് പോസിബിളായിട്ട് കളിക്കാൻ ഒരുങ്ങുക. ഇത് മാത്രമേ അപ്പോൾ ചെയ്യാനുള്ളൂ. ഞാനെന്തായാലും വീണ്ടും ഒരു സൂപ്പർ കപ്പ് കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സന്തുഷ്ടനാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ നന്നായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം, കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ലെവല് അവർ ഏത് രൂപത്തിൽ കളിക്കും എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം അവരുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്.
എന്തായാലും ഒരു ടോപ്പ് ലെവൽ മാച്ച് കളിക്കാനുള്ള പരമാവധി ശ്രമം നടത്തും എന്നാണ് ലൂയിസ് എൻറിക്ക പറഞ്ഞത്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിയാവുന്ന ബെസ്റ്റ് ടീമിനെ തന്നെ അവർ ഇറക്കും. കാരണം ഈ കിരീടം ചൂടുക എന്നുള്ളത്, സൂപ്പർ കപ്പ് നേടുക എന്നുള്ളൊരു മഹാ സംഭവമല്ല എന്ന് പുറമേ ഉള്ളവർക്ക് തോന്നാമെങ്കിലും ടൂർണമെൻറ്റിൽ ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ കിരീടം ചൂടിക്കൊണ്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആത്മവിശ്വാസം അവർക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ PSG 11 ആരൊക്കെ ഉണ്ടാകും എന്നൊരു ചോദ്യം. ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് താരങ്ങളും സ്പാനിഷ് താരം ഫാബിയൻ റൂയിസും അതുപോലെ തന്നെ മൊറോക്കൻ താരം ഹക്കീമിയും ഒക്കെ ലേറ്റായിട്ടാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അതൊക്കെ അനുസരിച്ചുള്ള ഒരു 11 നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ലേക്കിപ്പ് നൽകുന്ന ഒരു പ്രോബിൾ 11 ഉണ്ട്. ഗോൾ കീപ്പറായിട്ട് സഫാനോവ്, ഡിഫൻസിൽ ന്യൂനോ മെൻഡസ്, വില്യം പാച്ചോ, മാർക്കിഞ്ഞോസ്, അഷ്റഫ് ഹക്കീമിയും കളിച്ചേക്കുമെന്ന് പറയുന്നു. ദെൻ സെന്നി മയൂലു, വിറ്റീഞ്ഞ, വാരൻ ജയറമറി. മുന്നേറ്റത്തിൽ കിച്ചാക്കാരുടെ സ്കേലിയക്കൊപ്പം അക്കിലുഷ് കളിച്ചേക്കെന്ന് പറയുന്നു. ഒസ്മാൻ ഡംബലെ കളിക്കാനുള്ള സാധ്യതയുമാണ് അവർ കാണുന്നത്. അപ്പം ഇവരൊക്കെ ലേറ്റായിട്ടൊക്കെ മാത്രം മടങ്ങിയെത്തിയവരാണ്. പക്ഷേ കളി ഒരു കിരീടത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നുള്ള രൂപത്തിൽ തന്നെ അവരിറങ്ങും എന്ന് നമുക്ക് കരുതാം. അതേസമയം മറുഭാഗത്ത് ആരൊക്കെ എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ഗർനാച്ചോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ചെറിയ ചില പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അവർക്കും ഉള്ളതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ആരൊക്കെ ആയിരിക്കും അവരുടെ ഒരു 11 ഉണ്ടാവുക എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അവർക്ക് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഇല്ല, അതുപോലെ വാറ്റ്കിൻസ് ഇല്ല എന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പം അതുകൊണ്ട് അവരൊഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ക്വാഡ് വേണം നമ്മൾ വിചാരിക്കാൻ. കോൺസെ ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പം ഗോൾ കീപ്പറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബിസോട്ടിനെയാണ്, ഡച്ച്മാൻ അവരുടെ ഗോൾ വല കാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്യാഷ്, ലിൻഡ്ലോഫ്, പാവു ടോറസ്, മാറ്റ്സൺ എന്നിവരെ ഡിഫൻസ് പ്രതീക്ഷിക്കുന്നു. ജാവോ ഗോമസ്, കമാഡ, മഗ്വിൻ, ബൂണ്ടിയ, ഗർനാച്ചോ, അബ്രഹാം, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 11. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും നല്ലൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ആര് മുൻതൂക്കം എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട. ഈ കാര്യത്തിൽ PSG തന്നെയാണ് മുൻതൂക്കം. കിരീടം ചൂടാൻ ഏറ്റവും അധികം സാധ്യത PSG തന്നെയാണ്. അവരുടെ കോച്ച് പറഞ്ഞിട്ടുള്ള പോലെ ഇത്തവണ വിജയിച്ചുകൊണ്ട് തുടങ്ങുക. 2 തവണ കിരീടം ചൂടിയെങ്കിൽ ഒരു ത്രിപ്പീറ്റ്, UCL ഒരു ത്രിപ്പീറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ മികച്ചൊരു സ്റ്റാർട്ട് സീസണിൽ ലഭിക്കണം എന്നാണ് അവരുടെ കോച്ച് പറയുന്നത്. സമയം ഉനായ് എമറി പറയുന്നൊരു കാര്യമുണ്ട് തൻ്റെ ടീമിനെ കുറിച്ച്. ഒരു ടീം ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, എന്നിട്ട് കോമ്പീറ്റ് ചെയ്യുക, പിന്നെ ട്രോഫികൾക്ക് വേണ്ടി ശ്രമിക്കുക. അപ്പം കഴിഞ്ഞ തവണ ഞങ്ങൾ യൂറോപ്പ ലീഗ് നേടിയിട്ടുണ്ട്, ഇത്തവണ കൂടുതൽ കിരീടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും എന്ന് അദ്ദേഹവും പറയുമ്പോൾ ഇന്ന് സാൽസ്ബർഗിൽ നല്ലൊരു പോരാട്ടം വേണം നമ്മൾ പ്രതീക്ഷിക്കുക. അതേസമയം അവരുടെ സ്ക്വാഡിനെ കുറിച്ച് കോച്ച് ഉനായ് എമറി പറഞ്ഞിരുന്നത് കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ടീമിനോടൊപ്പം ട്രെയിനിങ് ചെയ്യുന്ന കുറേ താരങ്ങളുണ്ട്, അതിൽ കുറേ യുവതാരങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക എന്നുള്ളൊരു രൂപത്തിലായിരിക്കും താൻ ടീമിനെ ഇറക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം എന്നാലും ഞാൻ പറയുന്നത്, ഇപ്പോൾ മിനോറിയോളൊക്കെ പറഞ്ഞ പോലെ ഇതൊരു വൺ ഓഫ് എ കൈൻഡ് എക്സിബിഷൻ മാച്ച് എന്നൊക്കെ പറയാം. അങ്ങനെയാണ് പലരും ഇതിനെ കാണുന്നത്. എന്നാൽ പോലും കിരീടധാരണം അത് ഒഫീഷ്യൽ കിരീടങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കിരീടധാരണത്തിന് വേണ്ടി തന്നെയുള്ള പരമാവധി ശ്രമം നടക്കും. ഇത് നല്ലൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു. PSG തന്നെയാണ് ഞാൻ കാണുന്ന മുൻതൂക്കം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് കൂടുതൽ ഫുട്ബോൾ ചർച്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണണം.